ലോ അക്കാദമിക്ക് മുന്നിൽ കെ മുരളീധരൻ എംഎൽഎയുടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സമരം ചെയ്യുന്ന KSU അടക്കമുള്ള സംഘടനകൾക്ക് പിന്തുണയുമായാണ് മുരളീധരന്റെ നിരാഹാര സമരം. അതേസമയം സമരത്തിൽ മധ്യസ്ഥതയുമായി ജില്ലാ കളക്ടർ സമരക്കാരുമായും മാനേജ്മെന്റുമായും ചർച്ച നടത്തും. വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിശദാംശങ്ങളുമായി ജിതിൻ ചേരുന്നു. ജിതിൻ, കെ മുരളീധരന്റെ നിരാഹാര സമരത്തിന് എത്രത്തോളം ഐക്യദാർഢ്യം ഉണ്ടാകുന്നു? ഒപ്പം തന്നെ BJPയും സമരപന്തലിൽ നിരാഹാരവുമായി തുടരുന്നു. പ്രതിഷേധങ്ങളൊക്കെയും ഇന്നും ലോ അക്കാദമിക്ക് മുന്നിലേക്ക് അലയടിക്കുകയാണോ? തീർച്ചയായും പ്രജീഷ്, ലോ അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സ്ഥലം MLA കൂടിയായ കെ മുരളീധരൻ രാവിലെ 10:00 നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് കെ മുരളീധരൻ നിരാഹാരം സമരം ആരംഭിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. ഒപ്പം അക്കാദമിയിലെ സർക്കാർ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും മാനേജ്മെന്റ് നിലവിൽ വിദ്യാർത്ഥികളെയും സമൂഹത്തെയും പറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ എന്ത് ഭീഷണി ഉണ്ടായാലും പ്രിൻസിപ്പളുടെ രാജി വരെ സമരം തുടരുമെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം BJP നേതാവ് VV രാജേഷും അക്കാദമിക്ക് മുന്നിൽ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വരെ സമരം ചെയ്തിരുന്ന മുൻ അധ്യക്ഷൻ V മുരളീധരൻ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ രാത്രി. തുടർന്നാണ് VV രാജേഷ് സമരം ആരംഭിച്ചത്. ഒപ്പം SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ വിദ്യാർത്ഥി ഐക്യം നടത്തുന്ന സമരം ഇന്ന് 23ാം ദിവസത്തിലേക്കും പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ ഇന്ന് ജില്ലാ കളക്ടർ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് കളക്ടറുടെ മധ്യസ്ഥതയിൽ കളക്ടറേറ്റിൽ വെച്ച് യോഗം നടത്തുന്നത്. ഈ യോഗത്തിൽ ഒരു ധാരണയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ നേരത്തെ SFIക്ക് മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് വീണ്ടും ആ ഉറപ്പുകൾ മാനേജ്മെന്റ് വ്യക്തമാക്കാനാണ് സാധ്യത. കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇതിനൊരു നിയമസാധുത കൈവരും എന്ന് വരുത്തി ഈ സമരം ധാരണയിലെത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാവുക എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ABVPയുടെയും KSUവിന്റെയും പ്രതിഷേധ മാർച്ചും ലോ അക്കാദമി വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് നടക്കുന്ന മറ്റു സംഭവ വികാസങ്ങൾ കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗവും ഇന്ന് നടക്കും. 4 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ VC-മാരുടെ യോഗം നടക്കുക. വിദ്യാഭ്യാസ മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സർവകലാശാലകളിലെ സ്വാശ്രയ കോളേജുകൾക്കും കീഴിൽ നടക്കുന്ന പീഡനങ്ങളും ഒപ്പം ലോ അക്കാദമി വിഷയം അടക്കമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ VC-മാരുടെ യോഗത്തിൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. ഒപ്പം ടോംസ് കോളേജിനെതിരെയുള്ള ആരോപണങ്ങളും മറ്റ് നടപടികളും ചർച്ച ചെയ്യുന്നതിനായി കേരള സാങ്കേതിക സർവകലാശാലയുടെ നിർണായകമായ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും അക്കാദമിക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം 23 ദിവസം പിന്നിടുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കൂടി സമരം ഏറ്റെടുത്തിരിക്കുന്നു. BJPക്ക് പുറമെ കോൺഗ്രസ് കൂടി സമരരംഗത്തേക്ക് സജീവമായി കടന്നു വന്നിരിക്കുന്നു. കെ മുരളീധരൻ കൂടി അല്പസമയം മുമ്പ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. ജിതിൻ, അതായത് 25 ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. 25ാം നാളിലേക്ക് കടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അധ്യയനം മുടങ്ങുന്ന, പരീക്ഷ വരാൻ പോകുന്ന ആ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഇടപെടലുകൾ കളക്ടർ വൈകുന്നേരം ചർച്ചയ്ക്ക് വിളിച്ചെങ്കിൽ കൂടിയും അതൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അവിടെ മാനേജ്മെന്റ് എടുക്കുന്ന നിലപാട്, ലക്ഷ്മി നായർ സ്വയം എടുക്കേണ്ടി വരുന്ന ഒരു നിലപാട്, ഇതൊക്കെയാണ് ഉണ്ടാകേണ്ടത്. ശാശ്വതമായ ഒരു നിലപാടിലേക്ക് പോകണമെങ്കിൽ അതാണ് ബാക്കി സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ ആവശ്യം. ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാഹചര്യം ഈ നാളുകളിൽ ഉണ്ടാകുമോ? അതിനുള്ള നീക്കങ്ങൾ, എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രജേഷ്, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഒട്ടുമിക്കതും മാനേജ്മെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ ഉറപ്പും മാനേജ്മെന്റ് നേരത്തെ SFIക്ക് എഴുതി നൽകുകയുണ്ടായി. പ്രിൻസിപ്പളുടെ രാജി എന്നത് പ്രിൻസിപ്പൽ 5 വർഷത്തേക്ക് മാറി നിൽക്കും, അധ്യാപികയായി പോലും പ്രിൻസിപ്പൽ അക്കാദമിയിൽ പ്രവേശിക്കില്ല എന്നതടക്കം മാനേജ്മെന്റ് മറ്റ് 17 വിദ്യാർത്ഥികളുടെ 17 ആവശ്യങ്ങളിലും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതുമാണ്. എന്നാൽ SFI ആയി മാത്രമാണ് അന്ന് ചർച്ച നടന്നത് എന്നതാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അവരോടുകൂടി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്താണ് ഉറപ്പ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ സമരം അവസാനിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് മുന്നിൽ കൂടി ഈ ഉറപ്പുകൾ വീണ്ടും മാനേജ്മെന്റ് വ്യക്തമാക്കുക, ഒപ്പം കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇതിന് ഒരു നിയമസാധുത ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇക്കാര്യത്തിന് ഉറപ്പ് നൽകുക എന്നതാണ് ഇന്നത്തെ മധ്യസ്ഥ ചർച്ചയിൽ നടക്കാനുള്ള സാധ്യത. അതോടുകൂടി സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അതേസമയം തന്നെ 23 ദിവസങ്ങളായി സമരം നടക്കുമ്പോൾ അത്രയും ദിവസങ്ങളിലെ ക്ലാസ് തുടങ്ങുകയാണ്. സമരത്തിന് ശേഷം ഇന്ന് SFI സമരം അവസാനിപ്പിച്ച ശേഷം ഇന്ന് ക്ലാസ് ആരംഭിക്കുമെന്നാണ് മാനേജ്മെന്റ്
കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ABVP പഠിപ്പ് മുടക്ക് കാരണം ഇന്നും ലോ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒപ്പം വരും ദിവസങ്ങളിൽ പരീക്ഷകളെല്ലാം തന്നെ വരാനിരിക്കുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിലും ഒരു അനിശ്ചിതത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മധ്യസ്ഥ ചർച്ചയിൽ സമരം തീരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നത്. നേരത്തെ നൽകിയ ഉറപ്പുകൾ മാനേജ്മെന്റ് വീണ്ടും ഇന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകാനും ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്താനുമാണ് സാധ്യത. പ്രജീഷ്, ജിതിനാണ് വിശദാംശങ്ങൾ നൽകിയത്.